രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പ്രണയത്തിലാവാനും ലൈംഗിക ബന്ധത്തിലേർപ്പെടാനും നമ്മുടെ നാട്ടിലെ പല പെൺകുട്ടികൾക്കും താല്പര്യമുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പോലും ആ താല്പര്യമുണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ പീഡന പരാതി കേസിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലും കർണാടകത്തിലും അരിച്ചു പെറുക്കിയിട്ടും കേരള പോലീസിന് രാഹുലിൻ്റെ ഒരു തുമ്പ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയൊരു പരാജയവും അവിടെ നിൽക്കുന്നുണ്ട്. രക്ഷപ്പെട്ടില്ലേ? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും വിചിത്രമായ കാര്യം, ഇപ്പോൾ ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞാൽ പരാതിക്കാർ അവിടെ കർണാടകത്തിലും ബാംഗ്ലൂരും ബോംബെയിലും ഉള്ളതായിട്ട്. പക്ഷേ ഈ ഒരു തെറ്റായ ബന്ധങ്ങൾക്ക്, അഭിഹിത ബന്ധം നമ്മൾ ഭംഗിവാക്കി പറയും, തെറ്റായ ബന്ധങ്ങൾക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. രഹസ്യം സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രണയം ചെറിയ മുട്ടായി മേടിച്ചു കൊടുക്കുകയോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക, അതുപോലും നാട്ടിൽ പാട്ടാവും. കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്നവരുടെ ബസ്സിൽ കണ്ടക്ടറുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ എല്ലാവരും അറിയുന്ന സംഭവങ്ങളാണ്. ഇത് എങ്ങനെയെങ്കിലും അറിയും. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു കാര്യത്തിൽ അവാർഡ് കൊടുക്കണം. ആരും അറിയാതെ ഇങ്ങനെ പത്രപ്രവർത്തക ആ സ്റ്റാൻഡേർഡ് അല്ലെ സിനിമാ ഫീൽഡിലുള്ള വലിയ വമ്പന്മാർ ഇങ്ങനെ ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അവാർഡ് കൊടുത്തേ പറ്റും. അല്ല, വേറൊരു അവാർഡ് കൊടുക്കുന്നതിൽ മറ്റൊരു കാര്യമുണ്ട്. ഇദ്ദേഹം ബന്ധപ്പെടുന്ന സ്ത്രീകളൊക്കെ വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. അതാണ് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് അറിഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ ആ ഉറപ്പില്ല ഞാൻ തരുന്നത്. തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്, ഇതേ ഉറപ്പ് കൊടുത്തിരിക്കുന്ന വേറെ പാർട്ടികളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞില്ല ഇത്തരം രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് പറ്റിയെങ്കിൽ, ഇത് രഹസ്യങ്ങളാണ്, ഇത് മുഴുവൻ രഹസ്യം അറിഞ്ഞാൽ സമ്മതിക്കുമോ? വേറെ ആളെ കെട്ടാൻ പോകുന്നവരത്തിനെ ഞാൻ കെട്ടാൻ പോകുമോ? പക്ഷേ അപ്പോൾ എന്നിട്ട് ആരാവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ കഴിവ് ഇവർ അംഗീകരിക്കുകയാണ്. മറിച്ച് മുകേഷിൻ്റെയൊക്കെ കാര്യത്തിൽ പറഞ്ഞ MVO എന്ന് പറഞ്ഞൊരു വാചകമുണ്ട് അല്ലേ? അത് മുകേഷിനെ അവമാനിക്കുകയാണോ ഇല്ലയോ? മുകേഷിൻ്റെ തീവ്രത കുറഞ്ഞ മുകേഷിനെ അവമാനിക്കുകയാണോ വളർത്തണം? വേറെ തരത്തിലെടുത്താൽ അവമാനിക്കുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ ആണായിട്ടാണ് മുകേഷ് സമ്മതിക്കുമായിരുന്നു. മുകേഷ് പറയണം ഒറിജിനലായിരുന്നു. അപ്പോൾ ഇത് നിയമത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും? പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ഇത്തരം കേസുകൾ ഉണ്ടായിരിക്കും. നമ്മുടെ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് തരിമ്പും അറിയത്തില്ല. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചുമതലയല്ല. പക്ഷെ ഒരു കാര്യം, ഈ പീഡനങ്ങളിലെ ഒരു പ്രത്യേകത എന്നാണെന്നറിയോ? തെരഞ്ഞെടുപ്പ് കാല പീഡനങ്ങളാണ്. കാലം പലതായിരിക്കും, പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പുറത്തു പറയാൻ പറ്റുന്ന പീഡനം, അതൊരു പ്രത്യേകതയാണ്. അതാണ് ഇവർക്കിതിൽ ഈ വിഷയത്തിൽ പെൺകുട്ടികൾ പീഡനത്തിന്, ഇത് നിങ്ങൾ പ്രേക്ഷകർ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പെൺകുട്ടികൾ പീഡനത്തിന് വിധേയമാകുന്നതിലോ അവർ നരകവേദന അനുഭവിക്കുന്നതിലോ ഒന്നും ഇവർക്ക് യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല, യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയുമില്ല. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിടുക, ഇതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഇനിയും ഈ നാട്ടിൽ പീഡനങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനിയും ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഈ നാട്ടിൽ നടക്കും. ഇവർക്കിതിലൊന്നും യാതൊരു കൺസേണും ഇല്ല, യാതൊരു ആത്മാർത്ഥതയില്ല. കാരണം ഇതൊക്കെ ഇത്തരത്തിൽ വോട്ടിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ സ്ത്രീകൾ വേദനിക്കുന്നതിലൊന്നുമല്ല. സ്ത്രീകൾ വേദനിക്കുന്നതിലൊന്നും ഇവർക്ക് യാതൊരു പിണ്ണാക്കുമില്ല. വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം വഞ്ചിക്കുകയാണ് ജനങ്ങളെ, പറ്റിക്കുകയാണ് ജനങ്ങളെ. ഇത് മലയാളിയുടെ കപട സദാചാര ബോധത്തെ ഭംഗിയായിട്ട് രാഷ്ട്രീയ പരിപാടിക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾക്ക് എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും, ഭരണത്തിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ചും. അത് പഴയ സിനിമ തൊട്ട് പറയുന്നത് നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ട് പറയുന്നതാണ്. പെൺവിഷയത്തിൽ പെടുത്തി കഴിഞ്ഞാൽ ഒരാളുടെ ഇമേജ് പോകും. അതുകൊണ്ട് കേരളത്തിൽ തന്നെ പി ടി ചാക്കോ തൊട്ട് ഉള്ള കഥയുണ്ട്. പി ടി ചാക്കോ, ഉണ്ണിത്താൻ തുടങ്ങിയ പലരുടെയും കഥയുണ്ട്. പി ടി ചാക്കയൊക്കെ ദയനീയമായിട്ട് നശിപ്പിക്കുകയത്. അപ്പോൾ ഈ ഒരു പെൺവിഷയത്തിലെ മാധ്യമ വാർത്തകൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെടേണ്ടി വന്നത്. നിസ്സാര വാർത്തയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ബസ്സുകളൊന്ന് മുട്ടിച്ചാൽ നിന്നാൽ മതി. അല്ല, ഉണ്ണിത്താൻ എന്തായിരുന്നു? എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഉണ്ണിത്താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉണ്ണിത്താൻ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് പിടിച്ചു. അല്ലെ, ഞാൻ തെറ്റ് ചെയ്യുന്ന ആ പെണ്ണിന്റെ ഇന്നത്തെ നമ്മളുടെ ഒരു വീക്ഷണകോണിൽ നോക്കുകയാണെങ്കിൽ ഉണ്ണിത്താൻ തെറ്റുകാരനല്ല. പക്ഷെ ആ പെണ്ണുങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നോ? അല്ല, ഉണ്ടായിരുന്നില്ല. നോക്കട്ടെ, അടുത്ത ഇലക്ഷനിൽ ആ പെൺകുട്ടി പരാതിയായിട്ട് വന്നാൽ
അടുത്ത ഇലക്ഷനിൽ ഉണ്ണിത്താൻ 25 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്നൊരു പരാതിയായിട്ട് വരും, ഉണ്ണിത്താനെതിരായിട്ട് കേസെടുക്കത്തില്ലേ? അന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്ത. അല്ല, ഞാൻ മനസ്സിലാവുന്നത് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഷണ്ഡന്മാരായിരിക്കണം എന്നാണോ ഈ ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനത്തെ ആഗ്രഹമില്ല. പിന്നെ എന്താണ് ഇത് അധാർമികമാണ് എന്നൊരു നരേറ്റീവ് ഇവിടുത്തെ മതവും ഇവിടുത്തെ സംസ്കാരവും ഇവിടുത്തെ കലയും എല്ലാം ചേർന്ന് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അഭിഹിതം എന്നുള്ള വാക്കെന്ന് പറഞ്ഞാൽ തെറ്റായ സമൂഹത്തിൻ്റെ പൊതു ദശയ്ക്കെതിരായി തെറ്റായി നടക്കുന്നവനാണ്. ആ അഭിഹിതത്തെ എല്ലാവരും, അതായത് പുരോഹിതനാണേലും ഫുട്ബോൾ കോച്ചാണേലും സ്വിമ്മിംഗ് പൂളിൻ്റെ കോച്ചാണേലും സ്വിമ്മിംഗ് കോച്ചാണേലും എല്ലാ മേഖലയിൽ നിന്നും നമ്മൾ ഈ വാർത്തകൾ കേൾക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും അധികാരത്തിലിരിക്കുന്നവർക്ക് ഈ ബന്ധത്തെ അവരുടെ ആവശ്യത്തിന്, അതായത് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ്, ഒരാളെ ചീത്തയാക്കാൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം പോലീസിലൊക്കെയാണ് പ്രൊമോഷൻ്റെ കാലത്ത് പരസ്പരം ഭാരവയ്ക്കൽ ഭയങ്കര എന്ന് പറഞ്ഞത്, നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടം പോസ്റ്റിങ്, ഇതെല്ലാം വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ടാർജറ്റാണ്. പലരായിട്ടും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു ടാർജറ്റുണ്ട്, ഒരു ശത്രുക്കൾ. അപ്പോൾ സതീശൻ നമ്മൾ അങ്ങനെ ആയിരിക്കാം, അല്ലായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം വൃത്തികേട് ചെയ്തുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അതിന് നമുക്ക് ബോണസ് മാർക്ക് കൊടുത്തേക്കാം സതീശന്. പിണറായി വിജയന് ഇപ്പോഴത്തെ കോൺഗ്രസ്സിൽ ഉയർന്നു വന്ന യുവ നേതൃത്വം നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു തലവേദന ഇവർക്ക് സൃഷ്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടോ പിണറായി വിജയന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അദ്ദേഹം പ്രസംഗവേദികളിൽ ആക്ഷേപിക്കുന്നു. അങ്ങനെ വളരെ ധൈര്യസമേതം പിണറായി വിജയനില്ലേ, പിണറായി എന്ന് വെറും വിജയൻ എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കുന്നു. അതും സുധാകരനല്ല ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വെറും 35 വയസ്സുള്ള ഒരാളാണ് ഇത്രയും പ്രായാധിക്യമുള്ള, ബഹുമാനം അർഹിക്കേണ്ട ഒരു ആളെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. മാത്രമല്ല, കുറിക്കുകൊള്ളുന്ന രീതിയിൽ സംസാരിക്കാനും തിരിച്ചടിക്കാനും ശേഷിയുള്ള കോൺഗ്രസിലെ ഒരു യുവ നേതാവ്. ഇതെല്ലാം കൊണ്ടും, പിന്നെ അത് മാത്രമല്ല, തൻ്റെ വാദങ്ങളെ വളരെ വിദഗ്ധമായ രീതിയിൽ പ്രസന്റ് ചെയ്യാനും അത് ജനങ്ങൾക്ക് മുമ്പിൽ കൺവിൻസിംഗ് ആയ രീതിയിൽ അവതരിപ്പിക്കാനും ശേഷിയുള്ള ഒരു നേതാവ്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് മേൽ പല ആളുകൾക്കും അസൂയ ജനിപ്പിച്ചിട്ടുണ്ട്. അസൂയ ജനിപ്പിക്കുന്നതിന് വേറൊരു അടിസ്ഥാന കാരണം, CPM നിയന്ത്രിക്കുന്നത്, CPM ഏറ്റവും കൂടുതൽ മിലിറ്റന്റ് കേഡേഴ്സ് ഉള്ളത് കണ്ണൂരാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ അവരാണ്. മറ്റൊരാൾ വോട്ട് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്ന അവർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ പോലും പറഞ്ഞത് പോസ്റ്റലിലോട്ടെല്ലാം വീടുകളിൽ ചെന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയി ഒട്ടിക്കാതെ കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇപ്പം ജസ്റ്റ് 5 മിനിറ്റ് മുമ്പ് പറഞ്ഞതാണ്. ഇത് രാഹുൽ മാങ്കൂട്ടം മലപട്ടണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗാന്ധിയുടെ പ്രതിമ അവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചു, തല്ലിപ്പൊട്ടിച്ചു. അവിടെ വേറൊരു പാർട്ടിയുടെ ഒരു പരിപാടി നടക്കുക, കൊടി പോലും കെട്ടാൻ പറ്റിയില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്സുകാർ ചെന്നിട്ട് ബലമായി വീണ്ടും പണിയാണ് ചെയ്യുന്നത്. അന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടം നടത്തിയൊരു പ്രസംഗമുണ്ട്. പ്രസംഗം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കത്തിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയത്. അതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ലോബി അതൊരു ചലഞ്ചായിട്ട് എടുത്തു. നിന്നെ തീർക്കാൻ, ഫിസിക്കലായിട്ട് തീർക്കാൻ പറ്റിയില്ല, പക്ഷെ നിന്നെ രാഷ്ട്രീയമായി തീർക്കും എന്ന് പലരും സജീവമായി വന്നു. അപ്പോൾ ഈ വൈരാഗ്യം പിണറായി വിജയനെ അത്രയും ക്രൂരമായി കണ്ണൂർ വെച്ച് പറഞ്ഞതിലെ വൈരാഗ്യം എന്ന് പറഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് പിറ്റേ ദിവസം പരാതിയായിട്ട് ഇവിടെ ആൾ വന്നത്. അതാണ് സത്യം. ഇതാരെങ്കിലും പറയുമോ? പരാതികൾ ഇഷ്ടം പോലെ വേണം, ഇനി ഇഷ്ടം പോലെ ഒരു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യം അത് ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്, അതിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പിക്ക് ചെയ്ത് അത് വലിയ ആഗോള ഭീകരവാദം എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് വരുന്നത് അതിനെ ക്രിയേറ്റ് ചെയ്യാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണപക്ഷം തോന്നുന്നു. അല്ല, നമ്മുടെ അപകർഷതാബോധം ലൈംഗികമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ. ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് സാറേ, രാഹുൽ മാങ്കൂട്ടത്തിനെ യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്താൻ, പരിപൂർണമായിട്ടും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ഒരാൾക്ക് മാത്രമേ യോഗ്യതയുള്ളൂ. അത് ഈ കാണുന്ന പ്രേക്ഷകരും എല്ലാവരും ചേർന്നിട്ട് സ്വന്തം മനസ്സോടുകൂടി ചോദിക്കണം. നിങ്ങളുടെ ഭാര്യയെ അല്ലാതെ, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയെ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പോ ശേഷമോ നോക്കിയിട്ടില്ല, മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ജീവിതത്തിൽ മുഴുവൻ ഒറ്റ സ്ത്രീയായി മാത്രമായിട്ടേ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയുള്ള യോഗ്യത. അങ്ങനെയുള്ള ആളിന് കല്ലെടുക്കാം, മാങ്കൂട്ടത്തെ എറിയാം, അല്ലാതെ വേറെ ആർക്കും അറിയാതില്ല. അത് എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കല്ലെറിയാം, നല്ല ഒന്നാന്തരം കല്ലുകൊണ്ട്. അതെ, നല്ല ഒന്നാന്തരം കല്ലുകൊണ്ട്. പക്ഷെ അങ്ങനെ ആണോ എല്ലാവരും എന്നുള്ളതാണ്. അങ്ങനെ ആരുണ്ട്?
അങ്ങനെ ആരുണ്ട്? ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? എത്ര പേരുടെ പേരിൽ ആരോണം വന്നിരിക്കുന്നത്? ഇപ്പോൾ സരിതയുടെ പുസ്തകയുടെ ബുക്ക് എടുത്താൽ എങ്ങനെയിരിക്കും? നോട്ട്ബുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ അതൊക്കെ മുക്കുക. എന്തിനായിരിക്കുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെ ഏറ്റവും വലിയ ആശയകേന്ദ്രമായി ഇന്നലെ നമ്മൾ പറഞ്ഞു, വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ ആ പെട്ടിയൊന്ന് തുറന്നാൽ എന്തായിരിക്കും സംഭവം? ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഇതുണ്ടല്ലോ, ഇതിൽ ഈ പെൺകുട്ടിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 2023 ഈ സംഭവം നടക്കുന്നത്. അന്നേരം ഈ പെൺകുട്ടിക്ക് 21 വയസ്സാണ്, പ്രായപൂർത്തിയൊക്കെ ആയി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇവർ ബന്ധപ്പെടുന്നത്. രാഹുൽ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നതിൽ തെറ്റല്ല. അപ്പോൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു, ഇവരുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇവർക്ക് താല്പര്യം ഉണ്ടായി. പിന്നീട് ഏതോ ഒരു സ്വകാര്യ ഹോം സ്റ്റേയിൽ ഇവരെ എത്തിച്ചു. വീട്ടിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഈ കുട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തന്നെ ഒന്ന് കാണണം. എന്തിനാ കുട്ടി അതിന് വില്ലിങ്ങായി. ഈ ഹോം സ്റ്റേയിൽ എത്തിക്കുമ്പോൾ, ഈ ഹോം സ്റ്റേയിൽ കൂടെ പോകുമ്പോൾ ഈ കുട്ടിക്ക് അവിടെ അത് ചോദ്യം ചെയ്യായിരുന്നില്ലേ? താങ്കൾ മുമ്പ് ചോദിച്ചൊരു ചോദ്യമില്ലേ? അത് ചോദ്യം ചെയ്യായിരുന്നില്ലേ? അപ്പോൾ ഈ കുട്ടിക്ക് വളരെ നിഷ്കളങ്കയായിട്ടുള്ള കുട്ടിയായിരുന്നു ഇത്. അല്ല, അതിൻ്റെ അകത്ത് ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ താങ്കൾ മുമ്പ് ചോദിച്ച ചോദ്യമുണ്ട്, ലൈംഗിക ദാരിദ്ര്യം എന്നൊരു വാക്ക് പറഞ്ഞു. ഇത് ആ കുട്ടി അങ്ങോട്ട് രാവിലെ നിർബന്ധിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോയി തൂക്കം കൊണ്ടുവന്ന് എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സ്വമേധയാ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ല എനിക്ക് കല്യാണം കഴിക്കാൻ, എന്നെ കല്യാണം കഴിക്കാമെന്ന് ഓഫർ ചെയ്തിരിക്കുന്ന പുരുഷൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ഹോം സ്റ്റേയിൽ ഇറങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഞാൻ കല്യാണം കഴിക്കും എന്ന് ആരെങ്കിലും ഓഫർ ചെയ്താൽ നാളെ അവൻ്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ കടപ്പുറയിലേക്ക് പോകണോ പതിവ്? സാധാരണ നിശ്ചയം കഴിഞ്ഞാൽ പോലും പോവുകയില്ല. ബെട്രോത്തൽ കഴിഞ്ഞാൽ പോലും പോവുമോ? അങ്ങനെ സാധാരണഗതി പോകാറില്ല. അതിന് മുമ്പ് പല കാര്യങ്ങൾ സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടി വരും. അത് മനസ്സിലാക്കാതെ ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾ ഈ പരാതിക്ക് വന്നു എന്ന് പറയുമ്പോൾ മറക്കരുത്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളാണ്, എല്ലാ കാര്യങ്ങളും അറിയാവുന്നത്. തൃശ്ശൂർ മുദ്രാവാക്യം വിളിച്ച പ്രകടനം നടത്തി, ആർത്തവകാലം ഉത്സവകാലം എന്ന CPM-ൻ്റെ തന്നെ വലിയൊരു വനിതാ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് പെൺകുട്ടികൾ പ്രകടനം നടത്തിയത്, തൃശ്ശൂർ പട്ടണത്തിൽ കൂടെ. അങ്ങനെ അത്രയ്ക്ക് മാത്രം ലിബറലായിട്ട് ചിന്തിക്കുന്ന പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നതിൽ വലിയ കാര്യമായിട്ട് എടുത്തിട്ട് ഇവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവിടെയാണ് അത് കാണുന്നത്. ആ മുദ്രാവാക്യം കൂടെ അത്രയും വളർന്ന സംഭവമുണ്ട് ഇവിടെ. പെൺകുട്ടികൾ അത്രയും വളർന്നു കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും പിന്നെയും പറയും എന്നെ പീഡിപ്പിക്കാൻ വന്നത്. എങ്ങനെ വിശ്വസിക്കും? ഭയങ്കരമായ കോൺട്രഡിക്ഷൻ നമ്മുടെ സദാചാര മാനദണ്ഡങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു വലിയ ചർച്ച വേണ്ടത്, ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നു, മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്നു, ഈ കേസുകളെല്ലാം വെച്ച് പൊതുമണ്ഡലത്തിലെ സദാചാരം ഇവിടെയൊക്കെ പലപ്പോഴും ഇതിൽ ഈ പല ആളുകൾക്കും, എല്ലാ കേസിലും അല്ല, എന്താണ് ഈ ജാമ്യം കിട്ടുന്നു അല്ലെങ്കിൽ അവർ കുറ്റക്കാരല്ല എന്നൊക്കെ കോടതി കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്കും ഇവിടെ ഒരു പങ്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇനി വേറെ വശങ്ങൾ ചോദിക്കട്ടെ, ജാമ്യം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, ദിലീപിന് ജാമ്യം കിട്ടില്ല, നാളെ അറസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറയേണ്ട യാതൊരു കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും മാറ്റേണ്ട. ജാമ്യം കിട്ടിയില്ല, അവനെ റിമാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പൊതു സദാചാര ബോധവുമായി ബന്ധപ്പെട്ട് കുരിശിക്കൽ, ഇതിൻ്റെ പേര് കുരിശിക്കൽ എന്ന് പറയാം അല്ലേ? ശരിക്കും മാങ്കൂട്ടത്തെ മാത്രമായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തി കുരിശിക്കുന്ന കാണുമ്പോൾ അറിയാതെ ഒരു ചെറിയ വിഷമം, അത്രേ ഉള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചിരിക്കുന്നു. ജയിച്ചാലും തോറ്റാലും ഒരു അയാളുടെ സ്റ്റാൻഡ് ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടി കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു. അങ്ങനെ പിടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. അതായത് അദ്ദേഹം അറസ്റ്റിലാക്കപ്പെടും, അദ്ദേഹത്തെ തേജോവധം ചെയ്യും, അതിലൂടെ കൊല്ലപ്പെട്ടതിന് തുല്യമാണല്ലോ. അപ്പം അതുകൊണ്ട് ഇത്രയും നാൾ പിടി കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദനങ്ങൾ എന്നാണ് പറയാനുള്ളത്, അല്ലേ? അല്ല, അത് രാഹുൽ മാങ്കൂട്ടം പിടി കൊടുക്കാതെ നിയമത്തെ ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മറിച്ച് നിയമത്തിന് സുഗമമായി നടത്താനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നിയമത്തിൻ്റെ കണ്ണ് കിട്ടിപ്പോയി ഇടയ്ക്ക് വെച്ച് അതിനുള്ള അവസരം രാഹുൽ മാങ്കൂട്ടം നിഷേധിച്ചു.